ഹായ് എവരിവൺ, ഇതൊരു ക്രിസ്മസ് DIY വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ ഞാനും പ്രീമിയറിലും ഒക്കെ പോയായിരുന്നു ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസ് മേടിക്കാനായിട്ട്. പക്ഷെ എല്ലാത്തിൻ്റെയും വില ഭയങ്കര കൂടുതലായിരുന്നു. ആൻഡ് ഞാനവിടെ ഒരു ബ്യൂട്ടിഫുൾ ഗുങ്കുറു സ്റ്റൈൽ ഒരു റീത്ത് കണ്ടു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാനതിവിടെ സെപ്പറേറ്റ്ലി വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. അതിൻ്റെ വില കണ്ട് ഞാൻ ഞെട്ടിയത് കാരണം ഞാൻ വിചാരിച്ചു അത് സ്വയം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിൽ ഉപയോഗിച്ചിരുന്ന ഗുങ്കുറൂസ്, പിന്നെ ഞാനൊരു വയർ മെഷ് മേടിച്ചു. പിന്നെ ഈ ക്യൂട്ട് ക്രിസ്മസ് ക്യൂട്ട് സ്റ്റിക്കർ പോലുള്ള സംഭവം അതൊക്കെ മേടിച്ചിട്ട് ഞാൻ വന്നു. ഇതിന് വേറെ 49 രൂപയാണ് കേട്ടോ ഈ ഗുങ്കുറുവിന്. പിന്നെ വയർ മെഷിൻ്റെ വില എനിക്കൊന്ന് 79 റുപ്പീസ് സംതിങ് ആയിരുന്നു. പിന്നെ ഈ പച്ചനൂല് ഇത്രയാണ് ഞാൻ മേടിച്ചത്. പിന്നെ കൂടെ ഒരു റിബണും മേടിച്ചായിരുന്നു. പിന്നെ ഒരു വേറൊരു വയർ മെഷ് മേടിച്ചായിരുന്നു. അപ്പോൾ ഈ ഗുങ്കുറു ഞാൻ നൂലിൽ നന്നായിട്ട് കോർത്തതിന് ശേഷം കെട്ടിയിട്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ വയർ മെഷിനെ കാട്ടിൽ നല്ലത് ഈ ഒരു ഗ്രീൻ കോട്ടിങ്ങുള്ള ഫ്ലെക്സിബിൾ വയർ മെഷാണ്. ഇത് കുറച്ചുകൂടി ഒരു ഭംഗി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതൊരു 3-4 എണ്ണം എടുത്തിട്ട് ഇതിനെ നന്നായിട്ട് ചുറ്റിക്കെട്ടി ഒരു റീത്ത് പോലെ ആക്കി. പിന്നെ അതിൽ നമ്മുടെ ഗുങ്കുരു ഒരു ആ പച്ച നൂലിട്ട് തന്നെ കെട്ടി വെക്കുകയാണ് ചെയ്തത്. ചുറ്റും ഇങ്ങനെ കെട്ടി വെക്കുക ചെയ്തത്. കണ്ടില്ലേ, ഇങ്ങനെ ചുറ്റും കെട്ടിയാണ് വെച്ചിരിക്കുന്നത്. എനിക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, അത്രയേ ഉള്ളൂ. പിന്നെ അതിനുശേഷം ആ റിബൺ എടുത്തിട്ട് ഞാനൊരു ചെറുതായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്യാൻ നോക്കി. പക്ഷെ അതെനിക്ക് ഇഷ്ടമായില്ല. അപ്പോഴാണ് ഞാൻ എൻ്റെ ആർട്ടിഫാക്റ്റിനെ ഓർമ്മിച്ചത്. അപ്പോൾ അതിൽ ഒരു റിബണിൻ്റെ സൈനുള്ളൊരു ക്യൂട്ട് സംഭവമുണ്ട്. അത് ഈ റിബണിൻ്റെ മേളിൽ വെച്ചിട്ട് ഞാനത് നമ്മുടെ ഗ്ലൂ ഇട്ടിട്ട് ഒട്ടിക്കുകയാണ് കേട്ടോ. ഫെവിക്വിക്കിട്ട് ഒട്ടിക്കുകയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇത് മൊത്തത്തിൽ ചിലവായത് എനിക്കൊന്നും ഒരു 100 റുപ്പീസിന് അണ്ടറാണ്. കാരണം നമ്മളെ ഗുങ്കുറു മാത്രമേ എനിക്കൊരു 49 റുപ്പീസ് സംതിങ് ആയിട്ടുള്ളൂ. ആൻഡ് ഈ വയർ മെഷ്, ക്യൂട്ട് ആർട്ടിഫാക്റ്റ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് പ്രോബബ്ലി 100 റുപ്പീസിന് അണ്ടർ. പിന്നെ ഇത് മൊത്തത്തിൽ മേടിക്കാൻ ചിലവായിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു 200-250 അണ്ടർ ആയിട്ടുള്ളൂ. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കിയെല്ലാം ഞാൻ ബൾക്കിനാണ് മേടിച്ചത്. ആൻഡ് ഇതിൻ്റെ അവിടുത്തെ വില 400-500 റുപ്പീസ് ആയിരുന്നു ഗൈസ്. അപ്പോൾ ഇതൊന്നും അഫോർഡബിൾ റേറ്റ് ആയിരുന്നില്ല. എന്താണെന്നറിയില്ല. ട്രിവാൻഡ്രത്ത് അഫോർഡബിൾ റേറ്റ്സ് ആയിട്ട് എല്ലാവരും പറയുന്ന പ്രീമിയറിനെയും സ്റ്റൈൽ പ്ലസിനെയാണ്. ചാലയിലും ഉണ്ട് ഒരുപാട് കളക്ഷൻസ്. പക്ഷേ I couldn't find them affordable. Thank you so much if you like it.